കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ഒരു സ്ഥലത്തും എത്തിയില്ല. SFIക്കാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ, ഇടതുപക്ഷ പ്രതിഭാശാലികളെ എല്ലാവരും തന്നെ SFIക്ക് താത്വിക തലത്തിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അശോകൻ ചെരുവിലും മാത്രമേ ചെറിയൊരു സംശയമുള്ളൂ. നിങ്ങളിത് കാണുന്ന സമയമാകുമ്പോഴത്തേക്കും പുള്ളി മിക്കവാറും നിലപാട് വ്യക്തമാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ബുദ്ധിജീവികളൊക്കെ പറയുന്നത് വിദ്യാർത്ഥിയുടെ കർണപുടം അടിച്ച് തകർക്കുന്ന പ്രിൻസിപ്പളിനെ, അതിന് കൂട്ടുനിൽക്കുന്ന അധ്യാപകരെയൊക്കെ കായികമായിട്ട് കൈകാര്യം ചെയ്യാനും അവരുടെ മുട്ടുകാല് തല്ലുപിടിക്കും, രണ്ട് കാലിൽ നടന്ന് ഇനി മേലിൽ കോളേജിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയാനും തീരെ വിപ്ലവകാരികളായ SFI സഖാക്കൾക്ക് എല്ലാ അധികാരവും എല്ലാ അവകാശവും ഉണ്ട്. പറയാൻ മാത്രമല്ല പ്രവർത്തിക്കാനും അവർക്ക് അവകാശമുണ്ട്, അവർക്ക് അധികാരമുണ്ട്. പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റുകയില്ല. ഇന്നലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴോ ഇനി നാളെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴോ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുകയില്ല. പ്രസംഗിച്ചാൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയാൽ അത്ര എളുപ്പത്തിൽ ജാമ്യം കിട്ടുകയില്ല. കാരണം എല്ലാ പ്രോസിക്യൂട്ടർമാരും എല്ലാ കാലത്തും നമ്മുടെ പാർട്ടിക്കാരായിരിക്കില്ല. അതുമാത്രമല്ല, ജഡ്ജിമാർക്കും ഇപ്പോൾ ഒരു ബഹുമാനം അപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ കിട്ടിയ അവസരം ഒരു കാരണവശാലും ദുർവിനിയോഗം ചെയ്യരുത്. കൊടുക്കാനുള്ള അടി ഇപ്പം തന്നെ കൊടുക്കണം, പറയാനുള്ള മുദ്രാവാക്യം ഇപ്പം തന്നെ പറയണം എന്ന നിലപാടിലേക്ക് പാർട്ടിയും സർക്കാരും ഇടതുപക്ഷ ബുദ്ധിജീവികളും എത്തിച്ചേർന്നിരിക്കുക. അപ്പോൾ ഇനി മറ്റ് പല കലാലയങ്ങളിലും ഈ കൊയിലാണ്ടി മാതൃക ആവർത്തിക്കും. ഇപ്പോൾ കാര്യവട്ടത്ത് ഉണ്ടായിക്കഴിഞ്ഞു. മുമ്പ് ഇതുപോലെ മഹാരാജ് കോളേജിൽ ഉണ്ടായതാണ്, വിക്ടോറിയ കോളേജിൽ ഉണ്ടായതാണ്, കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ ഉണ്ടായതാണ്, കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഉണ്ടായതാണ്, മറ്റ് പല സ്ഥലത്തും ഉണ്ടായതാണ്, ഇനി പല സ്ഥലത്തും ഉണ്ടാകാനിരിക്കുന്നതുമാണ്. കേരളോർമ്മ കോളേജിൻ്റെ അറിയാൻ പറയാൻ മറന്നുപോയതല്ല, അവിടെ ഉണ്ടായതാണ്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും ഈ യുവ വിപ്ലവകാരികൾ, വിദ്യാർത്ഥി വിപ്ലവകാരികൾ അവരുടെ കഴിവും പ്രാഗൽഭ്യവും അതുപോലെ വാമൊഴി വഴക്കവും പ്രകടിപ്പിച്ച് കഴിഞ്ഞു. ഇനിയും ഇതുപോലുള്ള കലാപരിപാടികൾ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, ഈ വെള്ളാപ്പള്ളി നടേശൻ ചെയർമാനായിരിക്കുന്ന ഒരു സംഘടനയുടെ കീഴിലാണ് കൊയിലാണ്ടിയിലെ കോളേജ് ഇരിക്കുന്നത്. അവിടെ നടക്കുന്ന അക്രമം എന്ന് പറയുന്നത് അത് പ്രിൻസിപ്പളിനെ കൈയേറ്റം ചെയ്യുന്നത് ഈഴവ സമുദായത്തോടുള്ള ഒരു വെല്ലുവിളിയും ശ്രീനാരായണ ധർമ്മത്തോടുള്ള ഒരു വലിയ കടന്നുകയറ്റവുമായിട്ടാണ് സമുദായ അംഗങ്ങളിൽ ചിലരെങ്കിലും വിചാരിച്ചിട്ടുള്ളത്. ഈഴവരുടേതായ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ SNDP യോഗത്തെയും വെള്ളാപ്പള്ളി നടേശനെ തകർക്കാനുള്ള ശ്രമമാണ് ഈ സഖാക്കൾ നടത്തുന്നത് എന്ന ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ CPMകാരും പറയുന്നുണ്ട് SNDP ഈ വഴിക്ക് വിട്ടാൽ ശരിയാവില്ല, യോഗത്തെ പിളർത്തണം, അതിൽ പുരോഗമന ചിന്താധികാരെ കൂടെ നിർത്തണം എന്ന്. SNDP യോഗം എന്ന് കേൾക്കുമ്പോൾ എന്തോ പൊതുയോഗമാണെന്നാണ് ഇവർ ധരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എന്തോ കടലാസിൽ എഴുതി ഉണ്ടാക്കിയ സംഘടനയാണെന്നാണ്. അങ്ങനെയല്ല, അതൊരു സാംസ്കാരിക സംഘടന പോലുമില്ല. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. ഒരു കമ്പനിയെ നിങ്ങൾക്ക് പിളർത്താൻ പറ്റുകയില്ല. അവിടെ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വെള്ളാപ്പള്ളി നടേശനെ തോൽപ്പിക്കുക, അത് അസാധ്യവുമാണ്. ഗോപാലൻ മത്സരിച്ചിട്ട് പോലും ജയിച്ചില്ല. ആര് മത്സരിച്ചാലും ജയിക്കുകയില്ല. കാരണം പിണറായി വിജയനല്ല, സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവരെ എതിരെ വന്ന് മത്സരിച്ചാലും ഇന്നത്തെ നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശനെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് കേരളത്തിലെ പരാജയം വിലയിരുത്തിയപ്പോഴും ഈഴവ വോട്ടിൽ വന്നിട്ടുള്ള മാറ്റം കാണാതെ പോയിട്ടില്ല. അവർ പറയുന്നത് ഈഴവ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടായി. കരുവന്നൂർ ബാങ്ക് പോലെ തൃശ്ശൂരും അതുപോലെ ആറ്റിങ്ങലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കോട്ടയത്തുമൊക്കെ ഈ ബാങ്കിൽ വിള്ളലുണ്ടായി. നമുക്ക് മനസ്സിലാക്കാം, തിരുവിതാംകൂർ ഭാഗത്ത് അല്ലെങ്കിൽ തിരുക്കൊച്ചി ഭാഗത്ത് വിള്ളലുണ്ടായി. സാധാരണ ഇതിലിങ്ങനെ വിള്ളലുണ്ടായാൽ വോട്ട് പോകുന്ന കോൺഗ്രസ്സിലേക്കാണ്. ഇപ്പോൾ ഇത്തവണ പോയേക്കുന്നത് BJPയിലേക്കാണ്. കോഴിക്കോട്ടും വടകരയിലും കണ്ണൂരും വരെ ഈഴവ തീയ വോട്ടിൽ വലിയ വിള്ളലുണ്ടായിട്ടുണ്ട്. ആ വോട്ടും പോയിട്ടുള്ളത് മിക്കവാറും BJPയിലേക്കാണ്, മുഴുവനും കോൺഗ്രസ്സിലേക്കല്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വിലയിരുത്തുന്നു. SNDP യോഗ നേതൃത്വത്തെ BJP ഹൈജാക്ക് ചെയ്തു, സംഘപരിവാർ ഹൈജാക്ക് ചെയ്തു എന്നാണ് ഈ ദുരന്തരന്മാരായിട്ടുള്ള CPM സഖാക്കളുടെ കണ്ടുപിടുത്തം. സത്യം പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ എത്ര ഈഴവർ കേൾക്കും? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും, മകൻ്റെ ഭാര്യയും മകളും മകളുടെ ഭർത്താവും കേൾക്കും. അതിനപ്പുറത്ത് ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് വോട്ട് മാറ്റി ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നില്ല, സാധ്യതയില്ല. ഈഴവർ വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അവരങ്ങനെ പെട്ടെന്നൊന്നും വോട്ട് മാറ്റുകയില്ല. പക്ഷേ വോട്ട് മാറ്റി എന്നുള്ളൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യും. അവർ തന്നിഷ്ടപ്രകാരം വോട്ട് മാറ്റി അതിൻ്റെ പഴി പാവം വെള്ളാപ്പള്ളിയുടെ പെട്ടിലേക്ക് വച്ച് കെട്ടുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ ഹൈജാക്ക് ചെയ്തു എന്നതിന് പകരം എന്തുകൊണ്ട് ഇഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ
CPM വിട്ട് അല്ലെങ്കിൽ CPM CPIM വിട്ട് BJPയിലെ ഭാഗത്തേക്ക് പോകുന്നു എന്നൊരു ചോദ്യമാണ് ചോദിക്കേണ്ടത്. അതിന് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും പരാധീനത ഉണ്ടായിട്ടുണ്ടോ, പോരായ്മ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം അവനവൻ്റെ കണ്ണിൽ കോല് വെച്ചുകൊണ്ട് മറ്റവൻ്റെ കണ്ണിൽ കരട് അന്വേഷിക്കുന്ന പരിപാടിയാണ് ഈ ബുദ്ധിജീവികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ദൈവം രക്ഷിക്കട്ടെ എന്നല്ല നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഈഴവ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അങ്ങനെ ഒരു പരിതസ്ഥിതിയിലാണ് ഈ ഗുരുദേവ കോളേജിൽ പോയിട്ട് ഗുണ്ടായുസം കാണിക്കുന്നത്. ഈ ഗുണ്ടായുസം കണ്ട് ഈഴവർ പേടിക്കുമോ? ഈഴവ തീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ CPMകാരുടെ, DYFIക്കാരുടെ, SFIക്കാരുടെ ഗുണ്ടായുസം കണ്ട് പേടിച്ച് വിറച്ച് ഇനി വീണ്ടും CPM വോട്ട് ചെയ്ത് കളയാം എന്നാരെങ്കിലും വിചാരിക്കുമോ? സാധ്യത വളരെ കുറവാണ്. ഇതുപോലൊരു സംഭവം പണ്ടുണ്ടായത് ഇത്ര ഭയങ്കരമൊന്നും ആയിരുന്നില്ല. അത് 2000 ആണ്ടിലാണ്, 2000-2001 കാലത്ത് ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. അത് കൊല്ലം SM കോളേജിലായിരുന്നു. കൊല്ലം SM കോളേജിൽ SFIക്കാർ വലിയ ഇൻകിലാബ് ഉണ്ടാക്കി, പ്രിൻസിപ്പളിനെ തടഞ്ഞു വയ്ക്കും, പോലീസ് സംരക്ഷണം വാങ്ങിക്കും, അതിനെ ധിക്കരിക്കും. വലിയ പ്രശ്നമായിരുന്നു. അതിൻ്റെ പുറകെ നാടിൻ്റെ നാനാഭാഗത്തും ഗുരുദേവൻ്റെ പ്രതിമകൾക്ക് നേരെ കല്ലേറുണ്ടായി, ചാത്തന്നേറുണ്ടായി. പ്രതികളെ പിടിക്കുന്നതിൽ പോലീസിന് വലിയ പരാജയം സംഭവിച്ചു. ഈഴവ സമുദായം, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെങ്കിലും CPMനെതിരായി. അന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് ഗുരുദാസൻ വർക്കലയിൽ പോയി മത്സരിച്ചിട്ട് പോലും തോറ്റുപോയി. ഏറ്റവും അധികം ഈഴവരുള്ള വർക്കല കഹാർ ആണ് ജയിച്ചത്. ഗുരുദാസൻ തോറ്റുപോയി. ഗുരുവിൻ്റെ ദാസനായിട്ട് പേരിലുണ്ടായ പോരാ, പ്രവൃത്തിയിൽ കാണണം എന്നാണ് ഈഴവർ പറഞ്ഞത്. അത് തന്നെ കൊല്ലം ജില്ലയിലും പല സ്ഥലത്തും ആവർത്തിച്ചു. എനിക്ക് തോന്നുന്നു അന്ന് പുനലൂർ നമ്മുടെ സൂപാല് മാത്രമാണ് ആകെ ജയിച്ചത്. ചാടയമംഗലം വരെ LDF തോറ്റുപോയി. അതിൻ്റെ കാരണം ഇതാണ്. കാരണം ഈഴവരുടെ വോട്ടിൽ പിന്നെ CPM ഇല്ല. കാര്യം നമ്മൾ വലിയ സിദ്ധാന്തമൊക്കെ പറയും, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും, അത് ചെയ്യും ഇത് ചെയ്യും, 3 ചക്ക മുള്ളോടെ തിന്നുന്നൊക്കെ പറയുമ്പോഴും ഈഴവരുടെ വോട്ട് കിട്ടിയില്ലെങ്കിൽ പാർട്ടി ബാക്കിയുണ്ടാവില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, ഈഴവ സമുദായത്തിൽ ജനിച്ച 18 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും ഈ പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ എന്നുള്ളത്. 18 വയസ്സ് കഴിഞ്ഞ എല്ലാ ഈഴവരും. അതുപോലെ SNDPയുടെ ബൈലോയിലും ഇങ്ങനൊരു വ്യവസ്ഥയുണ്ടെന്നാണ് ഇവർ വിചാരിക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞ എല്ലാ ഈഴവരും CPMന് മാത്രം വോട്ട് ചെയ്യാവൂ എന്ന് SNDPയുടെ ബൈലോയിൽ ഒരു വ്യവസ്ഥയില്ല. അവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്. CPMൻ്റെ ബൈലോയിലുണ്ടായ പോരല്ലോ, SNDP യോഗത്തിൻ്റെ ബൈലോയിൽ വേണം, അതിലില്ല. അതുകൊണ്ട് അവരുടെ വോട്ടും ഉറപ്പല്ല എന്നിപ്പോൾ വ്യക്തമായി. ആ വോട്ട് BJPയിലേക്ക് പോവുകയാണ്. ആ വോട്ട് BJPയിലേക്ക് പോയാൽ, കോൺഗ്രസ്സിലേക്ക് പോയാലും വേറെ ഏതിലേക്ക് പോയാലും CPMന് വലിയ ദോഷം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഈഴവരുടെ ജാതകത്തിൽ എഴുതിയിരിക്കണം, ഇവൻ 18 മുതൽ മരിക്കുന്നവരെ CPMന് മാത്രമേ വോട്ട് ചെയ്യാവൂ, അങ്ങതും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ ഇപ്പം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ സഖാക്കൾ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ SNDP യോഗത്തിനെതിരായിരിക്കുകയാണ്. ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു ബൂർഷ്വാ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. വെയിൽസ് രാജകുമാരനെ നിന്ന് പട്ടും വളയും വാങ്ങിച്ച ഒരു ബൂർഷ്വാ കവിയായിരുന്നു. കുമാരനാശാൻ എന്നൊക്കെ സഖാവ് നമ്പൂരിപ്പാട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പൊക്കിക്കൊണ്ടുവന്നിട്ടായിരിക്കും ഇനി അടുത്തുള്ള ആക്രമണം. ഏതായാലും ഈ ബലാബലം എവിടെ ചെന്ന് അവസാനിക്കും, ആരുടെ തോൽവിയിൽ അവസാനിക്കും, ആരുടെ ജയത്തിൽ അവസാനിക്കും എന്ന് പറയാറായിട്ടില്ല. നമുക്ക് അത് കൗതുകപൂർവ്വം കാത്തിരിക്കേണ്ടതായി ഇരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.